എന്തുകൊണ്ടാണ് IVF പരാജയപ്പെടുന്നത്? നമസ്കാരം, ഞാൻ ഡോക്ടർ നൈല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് IVF എന്തുകൊണ്ട് പരാജയപ്പെടുന്നു. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പല സ്റ്റേജിലാണ് ഇതിന് തകരാറ് സംഭവിക്കുന്നത്. അതിലെ ഫസ്റ്റ് പ്രൈമറി ഫാക്ടേഴ്സ് ആണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും സ്ത്രീകളെ സംബന്ധമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓവത്തിന്റെ ക്വാളിറ്റി, അതായത് എഗ്ഗിന്റെ ക്വാളിറ്റി തകരാറിലാവുമ്പോഴാണ്. ഓവത്തിന്റെ ക്വാളിറ്റി പല റീസൺസിന് കൊണ്ടും തകരാറിലാവാം. അതായത് ഫസ്റ്റ് ഏജ് ആണ്. പ്രായം കൂടുന്തോറും അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് ഒബേസിറ്റി പോലെ, അതുപോലെ ഇവര് ആൽക്കഹോളിക് ആണെന്നുണ്ടെങ്കിൽ, കുടിക്കുന്നവരാണ്, സ്മോക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയ ഒബേസിറ്റിയും അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇവർക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഹോർമോണൽ ഇംബാലൻസസ് പല അസുഖങ്ങൾ കൊണ്ട് വരാം. ഒന്ന് നമുക്ക് PCOS, പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബേസിറ്റി, പിന്നെ ലോ ഓവറിൻ സിൻഡ്രോം എന്ന് പറയും. ഇനി റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റില് എന്തെങ്കിലും ബ്ലോക്കേജ് വരെയാണെന്നുണ്ടെങ്കിലും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ്. അതിൽ വരുന്ന അസുഖങ്ങളാണ് ഒന്നില്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, അല്ലാന്നുണ്ടെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി, പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ IVF സെന്റേഴ്സിൽ അവര് ഫസ്റ്റ് ചെക്ക് ചെയ്യുക AMH വാല്യൂ ആണ്, ആന്റി മുല്ലേറിയൻ ഹോർമോൺ എന്ന് പറയും. ഇതാണ് ഓവറിയൻ റിസർവ് എത്ര ഉണ്ടെന്ന് അറിയുന്നത്. അതായത് ഓവറിയൻ റിസർവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഓവറിയില് എത്രമാത്രം ഹെൽത്തി എഗ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതെന്തായാലും അവര് ചെയ്യും. അതുപോലെ തന്നെ അവര് എന്ത് ചെയ്യും, തൈറോയിഡും ചെക്ക് ചെയ്യും. തൈറോയിഡും ഇൻഫെർട്ടിലിറ്റിക്ക് മറ്റൊരു കാരണമാണ്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് IVF നമ്മൾ ചെയ്താൽ അത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ എന്നുള്ള പ്രിലിമിനറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹോപ്പ് ദിസ് വീഡിയോ വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ യു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.